നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 902nd day. Today 21st ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 10th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 902 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. സവൈകിലായം പുരുഷപുരാത്മനോ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മനിശി സുപ്തശക്തിഷു. ഓം തത്സത്. സവൈകിലായം പുരുഷപുരാതനോ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മനിശി സുപ്തശക്തിഷു. ഓം തത്സത്. പദം ഭരിക്കേണ്ടത് സ വൈ കിലായം പുരുഷ പുരാതനോ യ ഏക ആസീത് അവിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മൻ ഈശ്വരേ നിമീലിതാത്മൻ നിശി സുപ്തശക്തിഷു. അതായത് വിശേഷമില്ലാതിരിക്കുന്ന ആത്മനി ആത്മാവിൽ ഗുണേഭ്യ ഗുണങ്ങളിൽ നിന്നും അഗ്രേ മുമ്പിൽ ജഗദാത്മനി ജഗത്തിൻ്റെ എല്ലാം ആത്മാവായ ഈശ്വരൻ നിശി എന്ന് പറഞ്ഞാൽ രാത്രി എന്നും ലയകാലത്തിൽ എന്നും. ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് ലയകാലം. സുപ്തശക്തിഷു ലയിച്ചിരിക്കുന്ന ശക്തികളിൽ, ഉറങ്ങിക്കിടക്കുന്ന ശക്തികളിൽ, നിമീലിതാത്മനി നിമീലിതമായ ആത്മാവോട് കൂടിയ ഏകനായ യാതൊരുത്തൻ ആസീത് ഇരുന്നുവോ പുരാതന പണ്ടേയുള്ള പുരുഷനായ പൂർണ്ണനായ സവൈ അവൻ തന്നെ അയം ഇവനാണല്ലോ. അതായത് ആ ഏതൊരു ഭഗവാൻ സത്വാദികളുടെ ഗുണത്തിന് ക്ഷേമത്തിനു മുമ്പ് സർവ്വലോകങ്ങളിലും സർവത്തിനും ആത്മാവ് ഇരുന്നുവോ, സർവത്തിനും ഈശ്വരനായിട്ട് മായാഗുണങ്ങളിൽ ഇല്ലാത്ത മായാഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ട ഈ ജീവനിൽ നിൽക്കുന്നുവോ, ആ പ്രകാരമുള്ള പ്രപഞ്ചം ഇല്ലാതപ്പോൾ ലയകാലത്ത് പോലും ഏതൊരു പരമപുരുഷൻ ഏകനായിട്ടിരുന്നിട്ടുണ്ടോ, ഏതൊരുത്തൻ്റെ സന്ദർശനത്താൽ എല്ലാവരും മോഹിക്കുന്നതിന് എന്തൊരു ആശ്ചര്യമിരിക്കുന്നു. അതായത് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഭഗവാന്റെ ഇതിൽ എല്ലാവരും മോഹിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്രകാരമുള്ള എല്ലാറ്റിലും സർവൈശ്വരനായിട്ട് കുടികൊള്ളുന്ന ആദി ദൈവമായിട്ടുള്ള പുരാതനായിട്ടുള്ള പണ്ടേയുള്ള എല്ലാറ്റിലും പൂർണ്ണനായിട്ടുള്ള ഏതൊരാത്മാവാണോ ലയകാലത്തിൽ പോലും നിലനിൽക്കുക, ഏതൊരു ചൈതന്യമാണോ ഭഗവാന്റെ ലയകാലത്തിൽ പോലും നിലനിൽക്കുന്നത്, ഏതൊരു പൂർണ്ണനാണോ എപ്പോഴും ഉള്ളത്, അപ്രകാരമുള്ള ആ ഭഗവാൻ തന്നെയാണ് ഇവൻ. അതുകൊണ്ട് തന്നെ ഇവനെ കണ്ട് സർവരും ഭഗവാനെ കണ്ട് ആശ്ചര്യപ്പെടുകയും ഭഗവാനിൽ കാണുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടുകൂടി ഭഗവാനെ നമിക്കുകയും ചെയ്യുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷം എല്ലാവർക്കും ഉണ്ടാകുന്നു ഭഗവാനെ കാണുമ്പോൾ. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. പൂർണ്ണനായിട്ടുള്ള പരമാർത്ഥ സ്വരൂപിയായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്
ഈ ശ്രീകൃഷ്ണൻ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. സവൈകിലായം പുരുഷപുരാതനോ യ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ മീലിതാത്മനിശിസുപ്തശക്തിഷു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. സപ്താഹത്തിലെ രുക്മിണി ശ്രീകൃഷ്ണന്മാരെയാണ് കാണുന്നത്. രുക്മിണി സ്വയംവരത്തിൻ്റെ അതിഗംഭീരമായിട്ട് സപ്താഹം കഴിഞ്ഞ് എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സപ്താഹ ഫലം സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.